Hi guys, so welcome to yet another vlog of Joanne Vlogs. So നമ്മൾ ഇന്ന് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി വരെ എങ്ങനെ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാമെന്നുള്ളതായിരിക്കും ഓൾ അബൌട്ട് ദ വ്ലോഗ്. സോ ഇപ്പോൾ നമ്മൾ ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പോണ്ടിച്ചേരിക്ക് പോകാനായിട്ട് യു ഹാവ് 2 ways ഓഫ് ഗോയിങ്. ഏതാ നമുക്ക് ബസ്സിൽ പോവാം, ഇല്ലെങ്കിൽ ട്രെയിനാണ് ഏറ്റവും ഈസിയസ്റ്റ്. ട്രെയിൻ നമുക്ക് ആക്സസ് ഉള്ളത് ഫ്രം എഗ്മോറിൽ നിന്ന് എല്ലാ ദിവസവും 6:30 ട്രെയിനുള്ളതാണ് എഗ്മോറിൽ ഡയറക്റ്റ് പോണ്ടിച്ചേരി. ആൻഡ് ഇറ്റ് കോസ്റ്റ് ഓൺലി 85 rupees. സോ അതാണ് ഏറ്റവും ബഡ്ജറ്റ് ട്രാവലിന് പറ്റിയത്. സപ്പോസ് കയറാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് സംതിങ്, നമ്മൾ ബസ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഒന്നെങ്കിൽ കോയമ്പേട് പോയി ബസ് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഗിണ്ടിന് വന്നു കഴിഞ്ഞാൽ ഫ്രം ദെയർ ഓൾസോ യു ഗെറ്റ് എ ബസ്. സോ നമ്മളിന്ന് ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇവിടെ നിന്നാണ് ബസ് എടുക്കാൻ പോകുന്നത്. സോ വിൽ സീ എങ്ങനെയാണ് ബസ് കിട്ടുന്നത്. എവറിഥിങ് ത്രൂ ഔട്ട് ദ വ്ലോഗ് വിൽ ബി സീയിങ്. സോ സ്റ്റേ ട്യൂൺഡ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇത് വന്നോളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനാണ് ഇത് കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ യു ഹാവ് നോർമൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. എല്ലാം കിട്ടുന്ന ഒരു ആക്സസ് ഏരിയ ആണ് ഗിണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും തലപ്പക്കട്ടി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ തമിഴ് ഫുഡ് ഇഫ് യു ഹാവ് ഫ്രം തമിഴ്നാട് ഇറ്റ് വിൽ ടേസ്റ്റ് മച്ച് ബെറ്റർ. സോ നമുക്കിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. സ്പെഷ്യൽ തലപ്പക്കട്ടി ബിരിയാണി തന്നെയാണ്. സോ വീൽ ട്രൈ ഔട്ട് ദാറ്റ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റും ഉള്ളതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ ഇവിടുത്തെ ടേസ്റ്റ് ആണ് ഐ ലൈക്ക് മോർ. സോ ഈ ടേസ്റ്റ് seafood starters, kebab, barbecues, biryani. Okay. Hello, talapakatti chicken 65 biryani ആണ്. 65 ആണ്. Okay. ഏതാ bone in biryani? Okay. അത് കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ഒരു തലപ്പക്കട്ടി ചിക്കൻ ബിരിയാണി അത് കറക്റ്റ് വേണം. നമ്മളിന്ന് ഫസ്റ്റ് ഓർഡർ ചെയ്തത് തലപ്പക്കട്ടി ചിക്കൻ ബിരിയാണി. ദിസ് ഈസ് ദ ഒത്തൻറ്റിക് ബിരിയാണി യു ഗെറ്റ് അറ്റ് തലപ്പക്കട്ടി. ഈ തലപ്പക്കട്ടി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്ലെൻഡ് സ്പൈസസ് ആണ് ഈ ഒരു ബിരിയാണിയിൽ യൂസ് ചെയ്തേക്കുന്നത്. സീരക സംബ റൈസ്, ഈ റൈസിന് സ്വന്തമായിട്ട് ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവേഴ്സ് നല്ലപോലെ അബ്സോർവ് ചെയ്തിട്ടാണ് ഈ ഒരു റൈസ് കുക്കായി വരാം. കഴിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ഞങ്ങൾ അടുത്ത് ട്രൈ ചെയ്ത ബിരിയാണിയാണ് തലപ്പക്കട്ടി ചിക്കൻ 65 ബിരിയാണി. സോ ദ റൈസ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. ദ ഓൺലി തിങ് ഇസ് ചിക്കൻ ഇസ് ഫ്രൈഡ്. ചിക്കൻ നല്ല ഹോട്ടും ക്രിസ്പിയും ഫ്ലേവറൊക്കെ നല്ലപോലെ പിടിച്ചേക്കുന്നുണ്ട്. കഴിക്കാൻ അട്ടാറ് ടേസ്റ്റായിരുന്നു. യു ക്യാൻ സീ ദാറ്റ് ഇൻ മൈ എക്സ്പ്രഷൻ. ഐ വാസ് ലൈക്ക് ഇൻ ലവ് വിത്ത് തലപ്പക്കട്ടി ബിരിയാണി, ബട്ട് ഓൺലി വെൻ ഐ ഈറ്റ് ഇറ്റ് ഫ്രം ചെന്നൈ. നാട്ടിലുള്ളതെനിക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ലാത്ത ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് തോന്നാറുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോണ്ടിച്ചേരിക്കുള്ള ബസ് കയറി കേട്ടോ. സോ കറക്റ്റ് നമുക്ക് ഗിണ്ടിയിൽ ബസ് കിട്ടി. ലൈവ് AC ആണ്. സോ നമുക്ക് ഇനി ഇവിടെ നിന്നൊരു 3.5 മണിക്കൂർ ട്രാവലാണ് നമുക്ക് പോണ്ടിച്ചേരി വരെ വരാം. ആൻഡ് ആ നമുക്ക് വന്ന ആകെ ഫെയർ 155.
ഇവിടെയാണ് ഡീലേഴ്സ് ചെയ്യാം. സോ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഓഫ് ടു സ്കൂട്ടർ കിട്ടിയ ഉടനെ ഞങ്ങൾ പിന്നെ ടയേർഡ് ആവാൻ റൂമിലേക്ക് പോകാൻ പോകുന്നില്ല. നേരെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കോഫി കുടിക്കാൻ വേണ്ടി കയറി. ഇറ്റ്സ് നിയറസ്റ്റ് കഫേ there and very nice coffee you get. It's a must try place guys. If you're going, please do try it. സോ കോഫി എല്ലാം കഴിച്ച് ഹാങ് ഓവർ എല്ലാം മാറി ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേ ദാറ്റ് ഈസ് റോക്ക് ബീച്ച്. റോക്ക് ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഭയങ്കര നീറ്റ് ബീച്ചായിരുന്നു, വെരി ഡീസൻറ്റ് ബട്ട് വെരി ക്രൗഡഡ്. സോ ക്രൗഡ് താങ്ങാൻ പറ്റാണ്ട് ഞങ്ങൾ അടുത്ത ബീച്ചിൻ്റെ ഹണ്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഡെസ്റ്റിനേഷൻ 2 ഫോർ ദ ഡേ. സോ നമ്മളിപ്പോൾ പോണ്ടിച്ചേരി മറീന ബീച്ചിലെത്തിക്ക. സോ നമ്മൾ വേറെ ബീച്ചിലേക്കാണ് പോയിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോണ്ടി മറീന ബീച്ചിലേക്ക്, നമ്മുടെ ചെന്നൈ മറീന ബീച്ചിൽ നമുക്ക് എത്താൻ പറ്റിയില്ല. സോ അറ്റ്ലീസ്റ്റ് ഇവിടേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഗൈസ്. സോ കുറച്ച് ഇരുട്ടിന്ന് അറിയാം, കാണാൻ പറ്റുമെന്നോ എനിക്ക് അറിയാൻ പാടില്ല. ബട്ട് സോ ഹിയർ നമ്മുടെ നാട്ടിലെ പോലത്തെ വെള്ളം നല്ല ഇറ്റ്സ് വെരി നീറ്റ്. അതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഹലോ, പോണ്ടിച്ചേരിക്ക് വരാണെങ്കിൽ ഐ പ്രിഫർ യു ഗൈസ് കം ഓവർ ഹിയർ. ഈ ബീച്ചിൻ്റെ മെറീന ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കുറേ ഫുഡ് കോർട്ടുകളും അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ഏരിയാസും പ്ലേ ഏരിയാസും എല്ലാം ഉള്ള ഒരു സ്പോട്ടും കൂടിയും ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് കേട്ടോ. സോ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന്. ഞങ്ങൾ ഇപ്പോൾ ഒരു നൈറ്റ് ഫുഡ് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇവിടെ ഒരു നിയർ ബൈ ഒരു കെഫേ ഉണ്ട് വിച്ച് ഇസ് റിയലി നൈസ്. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഷോപ്പിംഗ്, യാ വുഡ് ഫയർ ബിസിയാണ്. പിന്നെ എന്താണ് അവിടുത്തെ സ്പെസിഫിക്കേഷൻസ്? ടോപ്പ് റേറ്റിംഗ് ഉള്ള ഒരു ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. യാ സോ വീൽ ഗോ ആൻഡ് സീ. നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ പോയി കഴിഞ്ഞ് വീൽ കംസ് നോ. ആൻഡ് ഈ സ്ട്രീറ്റ് ഫുൾ ഷോപ്പിങ്ങിൻ്റെ ഏരിയയും കൂടിയാണ് കേട്ടോ. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് ഏരിയാസ്, യാ. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഫുൾ റോഡൊന്ന് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യണോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണോ ഒക്കെ നമുക്ക് നോക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇവിടെ ബിവറേജസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഐ മീൻ ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ സിംപിൾ ഫുഡ്, പിസ്സ ആൻഡ് ഗ്രിൽസ്, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. The main menu, starters and spaghetti plates. Okay, so starters ഇവിടെ എത്തി. നമ്മൾ ഹണി ഗാർലിക് ചിക്കൻ വിങ്സ് ആണ് കേട്ടോ. സോ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം.
വെരി സ്വീറ്റ്, അതേസമയം വെരി സോഫ്റ്റ് ചിക്കൻ. So we have our chicken ecstasy pizza. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? You have olive, chicken, vegetable, loaded with cheese and corn and mushroom. എല്ലാം ഉള്ള ഒരു പിസ്സ ഉണ്ടോ. ഇറ്റ്സ് വെരി നൈസ്. 9:30 ആയിട്ട് പോലും നൈറ്റ് ഷോപ്പിംഗ് ഇസ് സ്റ്റിൽ ഓൺ. ഇവിടെ എല്ലാം ടോപ്സ് ആൻഡ് കുർത്തീസ് എല്ലാം ഉണ്ട്. എല്ലാം കിട്ടും കേട്ടോ. എவ்வளோ வருது? അടുത്ത കടയിലേക്ക് പോവാം. നമുക്ക് 300 രൂപയാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. എല്ലാ കടകളും ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ. 100 രൂപയ്ക്ക് ടീഷർട്ട്സ്. നമുക്ക് ഇവിടെ പോയി ചെക്ക് ചെയ്താലോ. ഇവിടെ കമ്മലുകളുണ്ട്. വെറും 290 രൂപയ്ക്ക് കിട്ടുന്ന കമ്മൽ. എൻ്റെ അമ്മയുടെ ജിംകി കമ്മൽ എൻ്റെ അപ്പൻ കമ്മൽ. കുറേ ഉണ്ടോ, കുറേ വെറൈറ്റീസ് ഓഫ് കമ്മൽസ് ഇവിടെ ഉണ്ട്. ജിംകി കമ്മൽ ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ ഗൈസ്. വെറൈറ്റി ആയിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ എന്നെ കല്ലെടുത്ത് ഓടിക്കാൻ. അത് നീ കമ്മല് കണ്ടായിരുന്നു. 1699. Oh my god, it's so pretty. Just keep it in yours and show it is very long. Sorry? It will be very long, I think, right? You have a smaller. Yeah. ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേ. ഓടാണ് ഗൈസ്. ഇവര് വീട് മൊത്തം എടുത്തേക്കാന്ന് തോന്നുന്നു. നിങ്ങളോ? ഓ ടു ബാഡ്. ഫ്രിഡ്ജ് അടക്കമുണ്ടോ? അവിടെ പോയി
ഞാനെങ്ങനെ ആ റൗണ്ട് മാത്രം ഒരു 3-4 പ്രാവശ്യം റൗണ്ട് അടിച്ചിട്ട് ഈ പറഞ്ഞ ചുമ്മാ അതായത് നമ്മൾ ഇതിനെ പോയിട്ട് കറക്റ്റ് ജംഗ്ഷൻ ലെഫ്റ്റ് ഓടി ജംഗ്ഷനിൽ ബാക്കിൽ സൈഡിൽ പോലീസുകാരെ ഉണ്ടാക്കുന്നുണ്ടോ ലെഫ്റ്റ് ഓടിച്ച് പോയിട്ട് ചുമ്മാ ഇതിനെ പോയിട്ട് വെറുതെ ആ റൗണ്ട് അടിച്ചിട്ട് വീണ്ടും ആ വഴി തിരിച്ചു വരും. கவி சாப்பிடு கவி. எப்படி இருக்கு? ஸோ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോட വീഡിയോ பிடிக்கணும்னா என்னோட வீடியோ லைக் ஷேர் அண்ட் சப்ஸ்கிரைப் பண்ணிக்கோங்க. இதெல்லாம் எனக்கு ரொம்ப தேவை.